രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ച ചടങ്ങ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രധാന വാർത്താ വിഷയമായി മാറിയിരുന്നു. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ഈ വർണ്ണാഭമായ ചടങ്ങിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ചില പരാമർശങ്ങളും അതിനോട് നടൻ മോഹൻലാൽ പ്രതികരിച്ച രീതിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നത്. സെപ്റ്റംബർ 23-ന് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ മോഹൻലാലിന് കേരള സർക്കാർ നൽകിയ ഊഷ്മളമായ സ്വീകരണമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങ് ഒരു മലയാള നടന് ലഭിക്കുന്ന ആദ്യ ഫാൽക്കെ പുരസ്കാരത്തെ സംസ്ഥാനം എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചനയായിരുന്നു. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് മോഹൻലാലിന് ഈ ബഹുമതി ലഭിച്ചത്. പരിപാടിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ തുടക്കത്തിൽ മോഹൻലാലിനുള്ള പ്രശംസയായി തോന്നിയെങ്കിലും അതിൽ ഒളിപ്പിച്ച വിമർശനത്തിന്റെ സൂചനകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. മോഹൻലാലിന്റെ കഴിവുകളിൽ അഭിമാനിക്കുന്ന ഒരാളാണ് താനെന്ന് പറഞ്ഞ അടൂർ അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള ആദ്യ ദേശീയ അവാർഡ് നൽകിയ ജൂറി അംഗമായിരുന്നു താനെന്ന കാര്യം ഓർമ്മിപ്പിച്ചു. ദേശീയ ബഹുമതികൾ മോഹൻലാലിന് ലഭിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസാരിക്കുന്നതിനിടെ അടൂർ തന്റെ പുരസ്കാര നേട്ടത്തെക്കുറിച്ചും താരതമ്യപ്പെടുത്തി സംസാരിച്ചത് ചർച്ചാ വിഷയമായി.